ബ്ലോക്ക് 4 അൽ ജുംലത്തുൽ അറബിയ എലമെന്റ്സ് ഓഫ് അറബിക് ലാംഗ്വേജ് എന്ന ഈ ഒരു കോഴ്സിൻ്റെ 4ാമത്തെ ബ്ലോക്ക് അൽ ജുംലത്തുൽ അറബിയ അറബിക് സെൻറ്റൻസ്. കഴിഞ്ഞ ബ്ലോക്കിൽ നമ്മൾ അറബി ഭാഷയിലെ കലിമത്തുകളെക്കുറിച്ച്, വാക്കുകളെക്കുറിച്ചും അതിൻ്റെ വിവിധ ഇനങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുകയുണ്ടായി. ഇസ്മു, ഫിഅല്, ഹർഫ് എന്നീ 3 കാറ്റഗറികളായിട്ട് വരുന്ന അറബിയിലെ കലിമത്തുകളെക്കുറിച്ച്, അതിൻ്റെ വിവിധ ഇനങ്ങളെക്കുറിച്ചൊക്കെ പറയുകയുണ്ടായി. ഇവിടെ നമ്മൾ ഈ കലിമത്തുകൾ ഉപയോഗിച്ചുകൊണ്ട്, വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒരു സെൻറ്റൻസ്, ജുംല അല്ലെങ്കിൽ കലാം എങ്ങനെ രൂപപ്പെടുത്താം, ഒരു അറബിക്കിലെ ഒരു സെൻറ്റൻസിൻ്റെ ഘടന എന്താണ് എന്നതാണ് ഈ ഒരു ബ്ലോക്കിലൂടെ നമുക്ക് പഠിക്കാനുള്ളത്. അറബിയിലെ സെൻറ്റൻസിനെ കുറിച്ച് പറയുമ്പോൾ 2 തരം സെൻറ്റൻസുകളാണ് അറബി ഭാഷയിലുള്ളത്. ജുംലത്തുൽ ഇസ്മിയ, അൽ ജുംലത്തുൽ ഇസ്മിയ വൽ ജുംലത്തുൽ ഫിഅലിയ. ഇസ്മിയായ ജുംലയും ഫിഅലിയായ ജുംലയും. ഇസ്മ കൊണ്ട് അഥവാ നൗണ് കൊണ്ട് ആരംഭിക്കുന്ന സെൻറ്റൻസ് നോമിനൽ സെൻറ്റൻസ് എന്ന് പറയും. ഇസ്മിയ ജുംല, അൽ ജുംലത്തുൽ ഇസ്മിയ. അതുപോലെ ഫിഅല് കൊണ്ട് ആരംഭിക്കുന്ന, വേർബ് കൊണ്ട്, ക്രിയ കൊണ്ട് ആരംഭിക്കുന്ന ജുംല, അൽ ജുംലത്തുൽ ഫിഅലിയ, വേർബൽ സെൻറ്റൻസ്. ഇങ്ങനെ 2 തരം സെൻറ്റൻസുകളാണ് അറബി ഭാഷയിലുള്ളത്. 1ാമത്തെ യൂണിറ്റിൽ നമുക്ക് അൽ ജുംലത്തുൽ ഇസ്മിയ എന്താണ് എന്നാണ് പരിചയപ്പെടാനുള്ളത്. ഏതാനും ചില ഉദാഹരണങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അത്വാലിബു നഷീത്തുൻ, അത്വാലിബു നഷീത്തുൻ, വിദ്യാർത്ഥി ഉന്മേഷവാനാണ്. ദ സ്റ്റുഡൻറ് ഈസ് ആക്റ്റീവ്. ഇവിടെ ത്വാലിബ് എന്ന വാക്ക് കൊണ്ടാണ് സെൻറ്റൻസ് തുടങ്ങുന്നത്. ത്വാലിബ് നമുക്കറിയാം നൗണാണ്, ഇസ്മാണ്. പിന്നെ അശംസു ത്വാലിഅത്തുൻ, സൂര്യൻ ഉദിക്കുകയാണ്. ഷംസ് എന്നുള്ളത് നൗണാണ്. അങ്ങനെ നൗണ് കൊണ്ട് ആരംഭിക്കുന്ന, നൗൺ ഉപയോഗിച്ചുകൊണ്ടുള്ള സെൻറ്റൻസിനെയാണ് നാം ജുംല ഇസ്മിയ, നോമിനൽ സെൻറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അൽ ജുംലത്തുൽ ഇസ്മിയത്തു ഹിയ, ജുംല ഇസ്മിയ എന്ന് പറഞ്ഞാൽ അത് ഒരു സെൻറ്റൻസ് ആണ്. തഖദ്ദമ ഫീഹിൽ ഇസ്മു, അതിൻ്റെ തുടക്കത്തിൽ ഇസ്മാണ് വരിക, നൗണാണ് അതിൻ്റെ തുടക്കത്തിൽ ഉണ്ടാവുക. വയതകവ്വനു തർക്കീബുഹൽ അസാസി, അതിൻ്റെ ഒരു അടിസ്ഥാന ഘടന എന്ന് പറയുന്നത്, അത് രൂപപ്പെടുന്നത് റുക്നൈനി, 2 ഘടകങ്ങൾ ചേർന്നുകൊണ്ടാണ്. അതേതൊക്കെയാണ്? അൽ മുബ്തദഉ വൽ ഖബറു, മുബ്തദ, ഖബർ എന്നീ 2 ഘടകങ്ങൾ ചേർന്നുകൊണ്ട് രൂപപ്പെടുന്ന ഇസ്മിൽ ആരംഭിക്കുന്ന സെൻറ്റൻസിനെയാണ് നാം അൽ ജുംലത്തുൽ ഇസ്മിയ എന്ന് പറയുന്നത്. അൽ മുബ്തദഉ, അപ്പോൾ 2 ഇസ്മിയ ജുംലയുടെ 2 റുക്കനുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു, മുബ്തദഉം ഖബറും. അതിൽ മുബ്തദ എന്ന് പറയുമ്പോൾ ഇസ്മുൻ, അതൊരു ഇസ്മാണ്. യുബ്തദഉ ബിഹിൽ കലാമു, ഒരു സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ വരുന്ന ഇസ്മിനെയാണ് നാം മുബ്തദ എന്ന് പറയുന്നത്. വയതമസ്സലു മൗളു അൽ ജുംലത്തി, ഒരു ജുംലയുടെ ആശയം അത് കേന്ദ്രീകരിക്കുക ഈ മുബ്തദഇൻ്റെ മേലാണ്. വൽ ഖബറു, ഇനി 2ാമത്തെ ഘടകമായിട്ടുള്ള ഖബർ, അതെന്താണ്? മാ യുഖ്ബറു ബിഹി അനിൽ മുബ്തദ, മുബ്തദയെ കുറിച്ച് എന്താണോ പറയുന്നത് ആ ആശയത്തെയാണ് നാം ഖബർ എന്ന് പറയുന്നത്. ലിയുതമ്മിമ മാനൽ ജുംല, ഖബർ കൂടെ വരുമ്പോഴാണ് സെൻറ്റൻസിൻ്റെ ആശയം പൂർണ്ണമാവുക. വയഹ്സുലു ബിഹി മഅൽ മുബ്തദഇ ഫായിദത്തൻ താമ്മ, ഈ ഖബറും മുബ്തദവും ഖബറും കൂടി ചേരുമ്പോഴാണ് ഒരു സെൻറ്റൻസിൻ്റെ പരിപൂർണ ആശയം ഒരു ശ്രോതാവിന് മനസ്സിലാകുക. അൽ മുബ്തദ വൽ ഖബറു മർഫുആനി ദായിമൻ, ഒരു നോമിനൽ സെൻറ്റൻസിൻ്റെ ഇസ്മിയ ജുംലയുടെ 2 ഘടകമായ മുബ്തദവും ഖബറും അവയുടെ ഇറാബ് റഫ് ആയിരിക്കും, മർഫു ആയിരിക്കും. ഉദാഹരണത്തിലൂടെ കാര്യം മനസ്സിലാക്കാം. അൽ ഹഖീബത്തു ജദീദത്തുൻ എന്നൊരു സെൻറ്റൻസ്. അൽ ഹഖീബത്തു ജദീദത്തുൻ, ഹഖീബത്ത് മാന ബാഗ്, ജദീദത്ത് മാന ന്യൂ. ദ ബാഗ് ഈസ് ന്യൂ, അൽ ഹഖീബത്തു ജദീദത്തുൻ. അവിടെ ഹഖീബത്ത് എന്നുള്ളത് നമുക്കറിയാം നൗണാണ്, നൗണ് കൊണ്ടാണ് ആരംഭിക്കുന്നത്. അപ്പോൾ ആ സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ വരുന്ന, സ്റ്റാർട്ടിങ്ങിൽ വരുന്ന നൗണിനെ, ഇസ്മിനെ നമ്മൾ മുബ്തദ എന്നാണ് പറയുക. അപ്പോൾ ഹഖീബത്ത് എന്നത് മുബ്തദ ആണ്.
ബാഗിനെ കുറിച്ചാണല്ലോ പറയുന്നത്. അപ്പോൾ ഒരു സെന്റൻസിന്റെ പ്രധാന ആശയം അവിടെയാണുള്ളത്. അത് എന്താണ്, ബാഗിനെ കുറിച്ച് എന്താണ് സംസാരിക്കുന്ന ആൾ പറയുന്നത് എന്നുള്ളതാണ് ഖബർ. ജദീദത്തുൻ, ബാഗ് പുതിയതാണ്. ഇപ്പൊ ജദീദത്ത് എന്നുള്ളത് ഖബറാണ്. ഇത് രണ്ടും മർഫു ആയിരിക്കണം. ജദീദത്തു എന്നാണ് പറയാ, അതുപോലെ ഹഖീബത്തു എന്നാണ് പറയാ, ലമ്മോടുകൂടി. ഹഖീബത്തു, അൽ ഹഖീബത്തു എന്ന് ലമ്മോടുകൂടെ തന്നെ പറയണം. ഹഖീബത്ത എന്ന് പറയാൻ പാടില്ല, ഹഖീബത്തി എന്നും പറയാൻ പാടില്ല. അൽ ഹഖീബത്തു ജദീദത്തുൻ, ജദീദത്തുൻ എന്ന് തന്നെ പറയണം. ജദീദത്തന്നോ ജദീദത്തിന്നോ എന്നും പറയാൻ പാടില്ല. അപ്പൊ അൽ ഹഖീബത്തു ജദീദത്തുൻ. അൽ ഹഖീബ എന്നുള്ളത് മുബ്തദവും ജദീദത്തുൻ എന്നത് ഖബറുമാണ്. അപ്പൊ മുബ്തദ ഖബർ എന്താണെന്ന് നാം മനസ്സിലാക്കി. അതുപോലെ അൽ മൻളറു മുൻഇഷുൻ, അൽ മൻളറു മുൻഇഷുൻ, അൽ മൻളറു ആ ഒരു കാഴ്ച, മുൻഇഷുൻ വളരെ ആനന്ദകരമാണ്. മൻളറു എന്നുള്ളത് സെന്റൻസിന്റെ തുടക്കത്തിൽ വന്ന ഇസ്മായതുകൊണ്ട് അതിനെ നമ്മൾ മുബ്തദ എന്ന് വിളിക്കും. ആ മൻളറിനെ കുറിച്ച്, കാഴ്ചയെ കുറിച്ച് എന്താണോ പറയുന്നത് അതിനെ മുൻഇഷ് എന്നുള്ളതിനെ നാം ഖബർ എന്നും പറയും. ഇത് രണ്ടും റഫ്ഓട് കൂടിയാണ് പറയേണ്ടത്, ലമ്മോട് കൂടിയാണ് പറയേണ്ടത്. അൽ മൻളറു മുൻഇഷുൻ എന്ന് തന്നെ പറയണം. അതുപോലെ അൽ അഷ്ജാറു മുസ്മിറത്തുൻ, അൽ അഷ്ജാറു മരങ്ങൾ, ഷജറത്തുൻ അതിന്റെ പ്ലൂറലാണ് അഷ്ജാർ, മരങ്ങൾ, വൃക്ഷങ്ങൾ, മുസ്മിറത്തുൻ വളരെയധികം ഫലനിബിഡമാണ്, ഫ്രൂട്ടുകൾ അതിലിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ അവിടെ അഷ്ജാർ എന്നത് സെന്റൻസിന്റെ സ്റ്റാർട്ടിങ്ങിൽ വന്ന ഇസ്മായതുകൊണ്ട് നമ്മൾ അതിനെ മുബ്തദ എന്ന് പറയും. അതിനെക്കുറിച്ച്, ആ മുബ്തദയെ കുറിച്ച് എന്താണോ പറയുന്നത് ആ കാര്യത്തെ നമ്മൾ ഖബർ, മുസ്മിറത്തുൻ എന്നുള്ളത് ഖബറും ആണ്. അഷ്ജാറു റായിന് ലമ്മോടുകൂടി വായിക്കണം, മുസ്മിറത്തുൻ അതിന്റെ അവസാനത്തെ തായിന് ലമ്മോടുകൂടിയും വായിക്കണം. അൽ അഷ്ജാറു മുസ്മിറത്തുൻ. അപ്പോ ഒരു ഇസ്മിയ ജുംലയുടെ ഘടന എന്താണ് എന്നത് നാം കൃത്യമായി മനസ്സിലാക്കി. ഇനി അവിടെ കുറച്ച് എക്സസൈസുകൾ കൊടുത്തിട്ടുണ്ട്. അക്മിലുൽ ജുമൽ ബിവളഇൽ മുബ്തദഇൽ മുനാസിബ്. അവിടെ കൊടുത്ത വാക്കുകൾ, ആ ക്വസ്റ്റ്യനിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അക്മിലുൽ ജുംലത ബിവളഇൽ ഖബറിൽ മുനാസിബ് എന്നാണ് വായിക്കേണ്ടത്. മുബ്തദ എന്നുള്ളത് മാറ്റിയിട്ട് അവിടെ ഖബർ എന്ന് കൊടുക്കണം. ബിവളഇൽ ഖബറിൽ മുനാസിബ്. ആ കൊടുത്ത സെന്റൻസുകളിൽ കൊടുത്ത വാക്കുകളൊക്കെയും നമുക്ക് മുബ്തദ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഇസ്മുകളാണ്. അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഖബർ നാം അവിടെ ഫില്ല് ചെയ്യണം. അപ്പൊ ത്വാഇറു എന്നുള്ളത് മുബ്തദ ആയിട്ട് വരുന്ന ഒരു സെന്റൻസ് നമുക്ക് പറയണം. അതിനനുയോജ്യമായൊരു ഖബർ അവിടെ ഫില്ല് ചെയ്യണം. അത്വാഇറു ബേർഡ്, പക്ഷി. അത്വാഇറു മുഹല്ലിഖുൻ ഫിൽ ഫളാഇ. ഉദാഹരണത്തിന് അങ്ങനെ പറയാം. അത്വാഇറു മുഹല്ലിഖുൻ ഫിൽ ഫളാഇ. അത്വാഇറു പക്ഷി, മുഹല്ലിഖുൻ അത് വട്ടമിട്ട് പറക്കുകയാണ്, ഫിൽ ഫളാഇ അന്തരീക്ഷത്തിലൂടെ. അൽ ഹദീഖത്തു, ഹദീഖത്ത് മാന പാർക്ക്. അൽ ഹദീഖത്തു വാസിഅത്തുൻ, അല്ലെങ്കിൽ അൽ ഹദീഖത്തു കബീറത്തുൻ, എന്തും പറയാം, അനുയോജ്യമായത് എന്തും പറയാം. ഹദീഖത്ത് ആവുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഖബർ പറയുമ്പോൾ മുബ്തദയിനോട് യോജിപ്പുണ്ടാവണം, മുദക്കർ മുഅന്നസിന്റെ കാര്യത്തിൽ. അതുപോലെ ഏകവചനം, ബഹുവചനം ഈ വിഷയത്തിലൊക്കെ യോജിപ്പ് വേണം. അൽ ഹദീഖത്തു എന്നുള്ളത് സ്ത്രീലിംഗാണ്, അതുകൊണ്ട് തന്നെ ഖബർ പറയുമ്പോഴും സ്ത്രീലിംഗം തന്നെ പറയണം. അൽ ഹദീഖത്തു വാസിഅത്തുൻ എന്ന് തന്നെ പറയണം. ത്വാഇർ എന്നുള്ളത് മുദക്കറാണ്, അതുകൊണ്ട് അത്വാഇറു മുഹല്ലിഖുൻ, മുഹല്ലിഖത്തുൻ എന്ന് പറയാൻ പാടില്ല. മുഹല്ലിഖുൻ ഫിസ് സമായി അല്ലെങ്കിൽ ഫിൽ ഫളായി. അൽ ഹദീഖത്തു വാസിഅത്തുൻ. അതുപോലെ അത്തുഫാഹത്തു, അത്തുഫാഹത്തു, തുഫാഹത്തിന്റെ അർത്ഥം അറിയാലോ, ആപ്പിൾ. ആപ്പിൾ വളരെ രുചികരമാണ് എന്ന് പറയാം. ലദീദത്തുൻ എന്ന് പറയാം. അത്തുഫാഹത്തു ലദീദത്തുൻ,
അല്ലെങ്കിൽ അത്തുഫാഹത്തു ത്വാസജത്തുൻ. ത്വാസജത്ത് മാന ഫ്രഷ്. തുഫാഹത്തു ത്വാസജത്തുൻ. ഇനി മിസ്ർ. മിസ്ർ എന്നുള്ളത് ഒരു നാട്ടിന്റെ പേരാണല്ലോ, ഈജിപ്ത് എന്നാണ്. ഈ മിസ്റു ദൗലത്തുൻ അറബിയത്തുൻ. മിസ്റു ദൗലത്തുൻ അറബിയത്തുൻ. ഈജിപ്ത് ഒരു അറബ് രാഷ്ട്രമാണ്. പിന്നെ അൽ ബനാത്തു. ബനാത്ത് എന്ന് പറഞ്ഞാൽ ബിന്ത് എന്നതിന്റെ പ്ലൂറലാണ്, പെൺകുട്ടികൾ എന്നാണ്. അൽ ബനാത്തു. അൽ ബനാത്തു മുജ്തഹിദാത്തുൻ. പെൺകുട്ടികൾ വളരെ കഠിനാധ്വാനികളാണ്. അൽ ബനാത്തു മുജ്തഹിദാത്തുൻ. അൽ ബനാത്തു ജമീലാത്തുൻ. അവിടെ പ്ലൂരലുമാണ്, സ്ത്രീലിംഗമാണ്. അതുകൊണ്ട് തന്നെ അതിന് അനുയോജ്യമായ ഖബർ കൊടുക്കണം. ഖബർ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം? നമ്പറിന്റെ കാര്യത്തിലും ജെൻഡറിന്റെ കാര്യത്തിലും സ്യൂട്ടബിലിറ്റി ഉണ്ടാവണം. അൽ ബനാത്തു ജമീലാത്തുൻ അല്ലെങ്കിൽ അൽ ബനാത്തു മുജ്തഹിദാത്തുൻ എന്ന് തന്നെ പറയണം. ഇനി അടുത്തത്, അവിടെ കുറെ ഖബറുകൾ കൊടുത്തിട്ടുണ്ട്. അതിനനുയോജ്യമായ മുബത്തദ് നമ്മൾ കണ്ടെത്തണം. ഡാഷ് കബീറത്തുൻ. കബീറത്തുൻ എന്നുള്ളതിന് അനുയോജ്യമായ ഒരു ഖബർ അല്ല മുബത്തദ് നമ്മൾ കണ്ടെത്തണം. അൽ ബിന്തു കബീറത്തുൻ എന്ന് പറയാം, അല്ലെങ്കിൽ അൽ മദ്രസത്തു കബീറത്തുൻ എന്ന് പറയാം, അഷ്ഷജറത്തു കബീറത്തുൻ എന്ന് പറയാം. ശ്രദ്ധിക്കേണ്ടത് മുഅന്നസ് ആയതുകൊണ്ട്, സ്ത്രീലിംഗം ആയതുകൊണ്ട് മുബത്തദവും സ്ത്രീലിംഗം തന്നെ കൊടുക്കണം, മുഅന്നസ് തന്നെ കൊടുക്കണം. പിന്നെ അടുത്തത് വാസിയത്തുൻ, വിശാലമാണ്. അൽ ഗുർഫത്തു വാസിയത്തുൻ. അൽ ഗുർഫത്തു റൂം, വാസിയത്തുൻ വിശാലമാണ്. അല്ലെങ്കിൽ അൽ ഹദീഖത്തു വാസിയത്തുൻ. മുഅന്നസ് ആയിട്ടുള്ള എന്തും കൊടുക്കാം. നെക്സ്റ്റ് സെന്റൻസ് ഡാഷ് നഷീത്തുൻ. നഷീത്ത് മാന നമ്മൾ പറഞ്ഞു ആക്റ്റീവ് എന്നാണ്, ഉന്മേഷവാൻ. അവിടെ അൽ വലദു നഷീത്തുൻ, ത്വാലിബു നഷീത്തുൻ. മുദക്കർ തന്നെ കൊടുക്കണം, നഷീത്ത് ആയതുകൊണ്ട്. നഷീത്തത്തുൻ ആണെങ്കിൽ മുഅന്നസ് കൊടുക്കാമായിരുന്നു. നഷീത്തുൻ എന്നായതുകൊണ്ട് എന്ത് തന്നെ കൊടുക്കണം? മുദക്കർ തന്നെ കൊടുക്കണം. അൽ വലദു നഷീത്തുൻ അല്ലെങ്കിൽ അർ റജുലു നഷീത്തുൻ, അത്വാലിബു നഷീത്തുൻ എന്ന് പറയാം. അടുത്തത് മുഹദ്ദബാത്തുൻ. മുഹദ്ദബാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മാനറുകൾ കീപ്പ് ചെയ്യുന്ന ആളുകൾ, സംസ്കാര സമ്പന്നരായ ആളുകൾ എന്നൊക്കെയാണ്. സ്ത്രീകളാണ്, സ്ത്രീലിംഗമാണ് മുഹദ്ദബാത്ത് എന്നുള്ളത്. ബഹുവചനമാണ്, സ്ത്രീലിംഗമാണ്. അപ്പോൾ അതിനനുയോജ്യമായ മുബത്തദ് കൊടുക്കണം. അൽ ബനാത്തു മുഹദ്ദബാത്തുൻ എന്ന് പറയാം, അല്ലെങ്കിൽ അൽ ഫതയാത്തു മുഹദ്ദബാത്തുൻ എന്ന് പറയാം, അത്വാലിബാത്തു മുഹദ്ദബാത്തുൻ എന്ന് പറയാം. നെക്സ്റ്റ് ഡാഷ് മൂലഉൻ ഫിദ്ദിറാസ. മൂലഉൻ ഫിദ്ദിറാസ, പഠനത്തിൽ വളരെ തൽപരനാണ്. മൂലഉൻ എന്നുള്ളത് മുഫ്രദുമാണ്, മുദക്കറുമാണ്, ഏക വചനവുമാണ്, പുല്ലിംഗമാണ്. അതുകൊണ്ട് തന്നെ അതിനനുയോജ്യമായ മുബത്തദ കൊടുക്കണം. അൽ വലദു അല്ലെങ്കിൽ അത്വാലിബു മൂലഉൻ ഫിദ്ദിറാസ. വിദ്യാർത്ഥി പഠനത്തിൽ വളരെ തൽപരനാണ്. ഇനി അടുത്തത്, അവിടെ കൊടുത്തിരിക്കുന്ന സെന്റൻസുകളിൽ മുബത്തദ ഏതാണ്, ഖബർ ഏതാണ് എന്നുള്ളത് നിർണയിക്കണം. ഒന്നാമത്തെ സെന്റൻസ് അൽ വലദു ഫരിഹുൻ. അൽ വലദു ഫരിഹുൻ, ആൺകുട്ടി വളരെ ആഹ്ലാദഭരിതനാണ്. അൽ വലദു എന്നുള്ളത് മുബത്തദഉൻ, മുബത്തദ ആണ്, മർഫൂൻ, അതിന്റെ ഇറാബ് റഫ് ആണ്. അലാമത്തു റഫ്ഇഹി, അതിന്റെ റഫിന്റെ മേൽ അറിയിക്കുന്ന അലാമത്ത്, അടയാളം അല്ലമ്മത്തു, ലമ്മത്താണ്. വലദു എന്ന് പറയുമ്പോൾ ദാലിന് ലമ്മത്താണ്. ആ ലമ്മത്തിനെ നമുക്ക് റഫിന്റെ അടയാളമായിട്ട് കാണാം. ഫരിഹുൻ എന്ന് പറയുമ്പോൾ അത് ഖബറാണ്, മർഫു ആണ്, റഫാണ് അതിന്റെ ഇറാബ്. അലാമത്തു റഫ്ഇഹി അല്ലമ്മ. ഫരിഹുൻ എന്ന ഹായിന്റെ ലമ്മത്ത്, അത് റഫ് ആണ്, അതിന്റെ ഇറാബ് എന്ന് അറിയിക്കുന്നു. ആ രൂപത്തിൽ നിങ്ങൾ ബാക്കിയുള്ള സെന്റൻസുകളും ചെയ്യണം. അത്വാലിബു മുജിദ്ദുൻ. ത്വാലിബു വിദ്യാർത്ഥി, മുജിദ്ദുൻ കഠിനാധ്വാനിയാണ്. അത്വാലിബു എന്നുള്ളത് മുബത്തദഉൻ മർഫൂഉൻ വഅലാമത്തു റഫ്ഇഹി അല്ലമ്മ. മുജിദ്ദുൻ എന്നത് ഖബറുൻ
മർഫൂഉൻ അലാമത്തു റഫ്ഇഹി അല്ലമ്മ. അങ്ങനെ കൊടുക്കുക. അടുത്തത് ഫാത്തിമത്തുൻ ജാലിസത്തുൻ. ഫാത്തിമത്തു ജാലിസത്തുൻ. ഫാത്തിമ ഇരിക്കുകയാണ്. ഫാത്തിമത്തു മുബ്തദഉൻ മർഫൂഉൻ അലാമത്തു റഫ്ഇഹി അല്ലമ്മ. ജാലിസത്തുൻ ഖബറുൻ മർഫൂഉൻ അലാമത്തു റഫ്ഇഹി അല്ലമ്മ. അൽ ഖാഹിറത്തു മുസ്ദഹിമത്തുൻ. കൈറോ സിറ്റി ജനനിബിഡമാണ്. ഖാഹിറ മാന കൈറോ, മുസ്ദഹിമ മാന ക്രൗഡഡ്, ജനനിബിഡമാണ്. അപ്പൊ ഖാഹിറ, അൽ ഖാഹിറ മുബ്തദഉൻ മർഫൂഉൻ അലാമത്തു റഫ്ഇഹി അല്ലമ്മ. മുസ്ദഹിമ ഖബറുൻ മർഫൂഉൻ അലാമത്തു റഫ്ഇഹി അല്ലമ്മ. ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ യൂണിറ്റിൽ നമ്മൾ പഠിച്ചത്. ഇസ്മിയ ജുംല, അൽ ജുംലത്തുൽ ഇസ്മിയ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ജുംല ഇസ്മിയയുടെ രണ്ട് റുക്കനുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു. മുബ്തദ, ഖബർ. മുബ്തദ എന്താണെന്ന് പറഞ്ഞു. സെന്റൻസിന്റെ തുടക്കത്തിൽ വരുന്ന ഇസ്മ മുബ്തദ ആണ്. മുബ്തദിനെ കുറിച്ച് എന്തൊരാശയമാണോ പറയുന്നത് അതിനെ ഖബർ എന്ന് പറയും. മുബ്തദവും ഖബറും രണ്ടും അതിന്റെ രണ്ടിന്റെയും ഇറാബ് റഫ് ആണ് എന്നും നമ്മൾ പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പഠിച്ചത്. ഓക്കെ, അടുത്ത ഒരു വീഡിയോയിൽ രണ്ടാമത്തെ യൂണിറ്റ് നമുക്ക് പഠിക്കാം.